ഞായറാഴ്ചയായിട്ട് ഇന്ന് ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് മീൻകാരെ ഇന്ന് മുട്ടൻ്റെ ചൂരയായിട്ട് വന്നത്. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചൂര വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് ചൂര കിട്ടിയപ്പോഴത്തേക്ക് ഞാനങ്ങ് വാങ്ങിച്ചു കേട്ടോ. ചൂര വാങ്ങിച്ചോണ്ട് വരുന്നത് കണ്ടപ്പോഴേ ഏട്ടൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ പോയി ചീനി വാങ്ങിച്ചോണ്ട് വരാം, നീ അതിന്റെ തലയൊക്കെ ഇടുന്ന നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കാം. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ കണ്ടിച്ചകത്ത് കയറി വറക്കാനുള്ളതെല്ലാം നെമ്മീൻ കണ്ടിക്കുന്നത് പോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് തലയും കുറച്ച് മുള്ളും ഭാഗങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഞാൻ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, നാളെ വറക്കാലോ. ചൂര വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടുതലും വറക്കേട്ടോ ചെയ്യുന്നത്. കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. പിന്നെ തലയും ഉള്ളും എല്ലാം കൂടി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ വറക്കാനുള്ള മീനിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ട് മസാലയും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ മീൻകറി അങ്ങ് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ മീൻകറി മീൻ വറുത്തേക്ക് ഒരുവിധമായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചീനി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കുക്കറിനകത്ത് അങ്ങ് വേവിക്കാൻ വെച്ചിട്ട് സമയം ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നല്ല ധൃതി പിടിച്ച് ജോലി കിടക്കുന്നുണ്ട് തന്നെ പീലി ഏട്ടന്റെ കൂടെ തന്നെ ഇരുന്നേത്. അങ്ങനെ എല്ലാവർക്കും റെഡിയായി വന്നപ്പോഴത്തേക്ക് ചീനിക്കകത്ത് അരപ്പൊക്കെ ഇട്ട് ഏട്ടനും മോക്കും കൂടെ ചോറും കറികളും ഒക്കെ ആയിട്ട് കൊടുത്ത് ഞാൻ ചപ്പാത്തി മീൻകറി മാത്രം ഇട്ടാ കഴിച്ചത്, പിന്നെ കുറച്ച് സലാഡും. അപ്പോൾ ഓക്കെ, ബൈ.